യോഹന്നാൻ 4:14 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം കൊടുക്കുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെ ജഡത്തിൽ വെള്ളം കുടിക്കുന്നവർക്ക് എല്ലാവർക്കും ദാഹിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് ആത്മാവിലാണ്. ആത്മാവിൽ ഒരു നാളും ദൈവത്തിൽ നിന്നുള്ള ദാഹം അത് കൊടുക്കുന്നവന് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. നിത്യജീവൻ. ഈ കുടിക്കുന്ന വെള്ളം എല്ലാം കുടിക്കുന്നവനൊക്കെ ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നതെല്ലാം നശിക്കും. പക്ഷേ യേശുവിൽ നിന്ന് തരുന്ന വെള്ളം, അത് ആത്മാവിൽ നിന്ന് വെള്ളം ഒരിക്കലും നശിക്കത്തില്ല. ആ വെള്ളം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാക്കി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നീരുറവയാക്കി, ഒരിക്കലും വറ്റാത്തൊരു ഉറവയാക്കി ആര് മാറ്റുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം ഒരിക്കലും വറ്റിപ്പോകാത്തൊരു ഉറവയാക്കി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവൻ ഒരിക്കലും വറ്റിപ്പോകത്തില്ല. ഏത് വേനൽ സമയത്തും, ഏത് ചൂടുള്ള സമയത്തും, മരുഭൂമിയിൽ ഉറവ തുറന്ന പോലെ ഇതാ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുന്നൊരു ദൈവം. ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ദൈവം ഒരു അത്ഭുതം ചെയ്താൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു വഴി തുറന്നാൽ അത് ഒരിക്കലും അടഞ്ഞു പോകത്തില്ല. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്താൽ അത് ഒരിക്കലും അത് തീർന്നു പോകത്തില്ല. ഇന്ന് തുറന്നു വെച്ചിട്ട് നാളെ അടച്ചു വയ്ക്കുന്ന ദൈവം അല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി എന്നേക്കും തുറന്നിട്ടാൻ പോവുക. ഇന്ന് തുറന്നിട്ട് നാളെ അടയ്ക്കുന്ന ദൈവമല്ല. അത് എന്നേക്കും. ഇന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളോട് പറയാണ്, ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്, ചില ഉറവകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഓപ്പൺ ആകുന്നുണ്ട്. അത് പിടിച്ചെട്. പ്രാവിര്. യെസ്. യെശയ്യാവ് 58:1. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കെ വിളിക്ക, അടങ്ങി. അടുത്ത് കൈ കൊടുത്തിരിക്കുന്നവരോട് പറ. ഉറക്കെ വിളിക്ക, അടങ്ങി. ഉറങ്ങിപ്പോകരുത്, അടങ്ങിയിരിക്കാതെ നിലവിളിക്കണം. അനുഗ്രഹം എന്ന് പറയുമ്പോൾ വിളിച്ചെടുക്കണം. നിലവിളിച്ചെടുക്കുന്നതാണ് അനുഗ്രഹം. എത്ര പേർക്ക് അത് പ്രാപിക്കാൻ പറ്റും? എത്ര പേർക്ക് വിളിക്കാൻ പറ്റും? വിളിച്ചെടുക്കുന്ന ഇന്ന് ഇതിനകത്തൊരു മിറക്കൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദൈവ പ്രവൃത്തി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. എങ്ങനെ? ഏതുപോലെ? കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിനുള്ള ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാവങ്ങൾ അറിയിക്കുക. ഇന്ന് ദൈവസന്നിധി വിളിക്കുമ്പോൾ നിന്റെ പാവങ്ങളെ അറിയിക്കുക. നീ നിലവിളിക്കുമ്പോൾ നിന്റെ പാവങ്ങൾ കഴുകിയാണ്. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിന്റെ പാവങ്ങൾ മാഞ്ഞു പോകുകയാണ്. ഉറക്കെ വിളിച്ചാലേ മാഞ്ഞു പോകത്തുള്ളൂ. ഉറക്കെ വിളിച്ചാലേ അത് അടങ്ങിയിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കണം. അനുഗ്രഹത്തെ നമ്മൾ അനുഗ്രഹം ഒതുക്കാൻ നോക്കരുത്. അടങ്ങിയിരിക്കാതെ ഉറക്കെ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും അടുത്ത് 1 കൊരിന്ത്യർ 10:4. 1 കൊരിന്ത്യർ 10:4. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച്
അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട്. ഓ ദൈവം, എല്ലാവരും ഇസ്രായേൽ ജനമേ, നീ കുടിച്ചത് ആത്മീയമായ പാനീയം, അവരനുഗമിച്ചത് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നിന്നെ നടത്തിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്റെ കർത്താവ് യേശുവാണ്. നിന്നെ അനുഗമിച്ചത് ആര്? യേശുവാണ്. എന്നെ നടത്തിയ വിധങ്ങൾ എങ്ങനെയാ? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണായിട്ടാണ്. ഇന്ന് നിന്നെ പരിപാലിക്കുന്നത് ദൈവം നിസ്സാരമായിട്ടല്ല. എന്റെ ദൈവം പരിപാലിക്കുന്നത് ഒരു നിസ്സാരമായിട്ടല്ല. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായിട്ടാ ദൈവം നടത്തുന്നത്. നീ കുടിച്ചത് ഒരേ ഒരു ആത്മീയ പാനീയം. ആ പാനീയം അതേ യേശുവിന്റെ രക്തമാണ്. നീ കുടിച്ച പാനീയം ഏത്? യേശുവിന്റെ രക്തമാ കുടിച്ചത്. ഏത് പാറ നിന്നെ നയിച്ചു? ആത്മീയ പാറയെന്നവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ 5:40. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്നാൽ വചനം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. ചിലർക്ക് വരുവാൻ മനസ്സില്ല. മനസ്സുകൊണ്ട് മനസ്സില്ല. നമ്മുടെ ശരീരത്തെ അല്ല, ആത്മമണ്ഡലത്തിലേക്ക് വരണം. ഇന്ന് നിങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രാപിക്കുവാൻ സൗജന്യമായ അനുഗ്രഹത്തെ ദൈവം സൗജന്യമായി ദാഹിക്കുന്നവരെ അന്ന് സൗജന്യമായി എൻ്റെ അടുക്കൽ വരുവാൻ സൗജന്യമോ. ചിലവർക്ക് ഒരു കൂട്ടർക്ക് മനസ്സ് വന്നപ്പോൾ ഒരു കൂട്ടർക്ക് മനസ്സില്ലാതെയായി. ഒരു കൂട്ടർ ആരാധിക്കുമ്പോൾ ഒരു കൂട്ടർ ആരാധിക്കാതെ മനസ്സായി. എന്നാൽ വചനം പറയുന്നു, എങ്കിലും ചിലർ പ്രാപിക്കേണ്ടതിന് അടുക്കൽ വന്നില്ല. മത്തായി സുവിശേഷം 3:3. മത്തായി 3:3. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒഴുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ വാക്ക്, യോഹന്നാൻ വിളിച്ചു പറഞ്ഞ വാക്ക്, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യേശുവിന് ആ വഴി ഒരുക്കണം. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ യോഗ്യനല്ല. നമ്മൾ വഴി ഒരുക്കണം. നമ്മൾ വഴി ഒരുക്കിയാൽ മാത്രമേ, ഇന്ന് ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരുക്കണം. നമ്മൾ വഴി ഒരുക്കുക. ആ വഴിയിലൂടെ ആര് നടക്കും? നമ്മൾ ഒരുക്കുന്ന വഴിയിലൂടെ ദൈവത്തിൻ്റെ പാതയിലൂടെ പിന്തുടർന്നാൽ നിൻ്റെ കുഞ്ഞുങ്ങൾ നടക്കും. നിൻ്റെ കുടുംബം നടക്കും. തലമുറകൾ നയിക്കും. ദൈവത്തിൻ്റെ പാതയിലൂടെ പിന്തുടരുവാൻ നമ്മൾ ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കണം. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണം. ദൈവഹിതപ്രകാരം നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവഹിതപ്രകാരം നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 1 കൊരിന്ത്യർ 11:25. 1 കൊരിന്ത്യർ 11:25 ആ വാക്യം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവസാന നിമിഷം കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് അവസാന നിമിഷത്തിൽ തിരുവത്താഴ സമയത്ത് പറയുന്ന ഭാഗമാണ്. ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ സൗജന്യമാണ്, അനുഗ്രഹ സൗജന്യം. ആവണ്ണം തന്നെ അത്തരം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു.
ഇത് കുടിക്കുമ്പോഴൊക്കെയും ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതാ സൗജന്യമെന്ന് പറയുന്നത്. ഇന്ന് എങ്ങനെയൊക്കെ നിങ്ങൾ അധ്വാനിക്കുന്നു? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളെ ബുദ്ധി കൊണ്ടൊക്കെ നിങ്ങൾ അധ്വാനിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ എവിടെ ഇറക്കി വയ്ക്കട്ടെ? ഇന്ന് നിങ്ങളെ ഭൗതികമായ ഭാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ എവിടെ ഇറക്കി വയ്ക്കട്ടെന്ന്, ഇത് എവിടെ എന്ന് തീരും? ഈ ഭാരം പലരും പറയുന്നത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇല്ല, നിന്നെയും കൊണ്ടേ പോകത്തില്ല. നീ മറന്നുപോയി, ഒരു യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. നിങ്ങളുടെ ഭാരത്തെ ആരെ കൈമാറണം? ഇന്ന് പകൽക്കാലം ഒരു കൈമാറ്റം നടക്കണം. നിങ്ങൾ റെഡിയാണെങ്കിൽ യേശു റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ കടഭാരങ്ങളെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ എൻ്റെ കടങ്ങളെല്ലാം എഴുതി യേശുവിൻ്റെ കൈ കൊടുത്താൽ കടം തീർത്തു തരുമോ? പക്ഷേ ഒരു വകുപ്പുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മേൽ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിൻ്റെ പാദത്തിലേക്ക് സമർപ്പിക്കണം. എന്നിട്ട് പറ, സകലതും ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ സകലതും ഒരു കാര്യം മാത്രമല്ല, സകലതും ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്കുക. ചുമക്കുന്നതായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ലോകത്തിൻ്റെ അടുക്കലല്ല പോകേണ്ടത്, യേശുവിൻ്റെ അടുക്കലാണ് പോകേണ്ടത്. നിങ്ങളെ സഹായിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയുള്ളൂ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ ഭാരങ്ങളെ മാറ്റുവാൻ. നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റി ഒന്ന് എടുത്തു തരുവാൻ, ഒരു മാറ്റം വരുത്തണമെങ്കിൽ, ഒരു വിടുതൽ വരണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്നാലേ ഒരു വിടുതൽ വരുകയുള്ളൂ. ഒരു മാറ്റം വരണോ, ഒരു ചേഞ്ച് ആവണമോ, ഇന്ന് പൂർണ്ണമായി നിൻ്റെ ഭാരത്തെ യേശുവിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുന്നത് മാത്രമല്ല, ചിലവർ രോഗങ്ങളും പ്രയാസങ്ങളും പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി സമർപ്പിച്ച് ദൈവകരങ്ങൾ കൊടുക്കണം. നമ്മളൊരു മെഡിസിൻ കഴിച്ചാലും സൗഖ്യം തരേണ്ടത് യേശുവാണ്. ഇന്ന് നമുക്ക് സൗഖ്യം തരേണ്ടത് ആരാണ്? യേശുവാണ്. നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം, ഇതെല്ലാം ദൈവകരങ്ങൾ കൊടുക്കണം. ഇത് ദൈവത്തെ അകത്ത്, യേശുവിനെ അകത്ത് പൂർണ്ണമായി നമുക്കുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സംബന്ധിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെൻഷനില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ യേശു ഡീൽ ചെയ്യും. ഞാൻ ആത്മീയമായി വളർത്തുന്ന ദൈവമക്കളെ, നിങ്ങൾ ഈ ദൈവമായുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങൾ നാളെ എന്ത് തിന്നുമെന്ന് വിചാരപ്പെടരുത്. നിങ്ങളെ മറ്റുള്ള ഒരു ചിന്തയും വേണ്ട. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ പൊക്കവും വണ്ണവും കണ്ടിട്ട് പറയും, കെട്ടിക്കാറായി, കയ്യിൽ 10 പൈസ ഇല്ല, ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, ഇനി നൈറ്റ് കൂടെ ജോലിക്ക് പോയാലേ പറ്റൂ, പകൽ ചെയ്തിട്ടും സമയം നമുക്ക് തികയുന്നില്ല എന്ന് പറയരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളരുന്നതനുസരിച്ചുള്ള അനുഗ്രഹം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സമർപ്പിച്ചാൽ. ഞാൻ ഇങ്ങനൊരു വാർത്ത കേട്ടു. ഒരു പാസ്റ്റർ ഇങ്ങനൊരു വാർത്ത കേട്ടു. അവർക്ക് ഒരു മോളുണ്ടായിരുന്നു, നല്ല വിദ്യ പഠിപ്പിച്ചു, ഉള്ളതെല്ലാം പഠിപ്പിച്ചു. കെട്ടിക്കുവാൻ ഒരു നിവൃത്തിയില്ല, സാമ്പത്തികം ഒന്നുമില്ല. ഉള്ളതൊക്കെ വീടൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. സാമ്പത്തികമൊന്നുമില്ല. അവർ ഉള്ള മാക്സിമം കിട്ടുന്നതിലൊക്കെ ദൈവം തരുന്നതില്ല ദൈവവേല ചെയ്യുക, കുഞ്ഞിനെ മാക്സിമം പഠിപ്പിച്ചു. അവസാനം കുടുംബത്തിലുള്ള എല്ലാവരും അവരെ പറയും, കണ്ടോ ദൈവവേലയ്ക്ക് ഇറങ്ങി, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെ ഒരു നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ ഒരു ഭാവിയില്ലാതെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ആ കുഞ്ഞിന് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല, എല്ലാ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തു. കിട്ടുന്നതെല്ലാ സാമ്പത്തികവും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 10 കിട്ടിയ 20 ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിച്ചു. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു മുടക്കവും വന്നില്ല. പക്ഷേ ഈ കുഞ്ഞ് വളർന്നു, കല്യാണപ്രായമായപ്പോൾ, തക്ക ടൈം ആയപ്പോൾ
ഇവർക്കൊന്നും അറിയത്തില്ല. ഇവരറിയാതെ വിദൂരത്തിൽ നിന്നൊരു സംബന്ധം വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് മുതൽ തരാം, ഇങ്ങോട്ട് തരാം, ഈ മകളെ എനിക്ക് ഇങ്ങോട്ട് തരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പറയോ, നമ്മൾ അങ്ങോട്ട് കൊടുത്താ വിടുന്നത്. പക്ഷെ പറയുന്നു, ഞാൻ ഇങ്ങോട്ട് തരാം. പ്രൈസ് ദി ലോർഡ്. ഈ കുട്ടിയെ എനിക്ക് ഒന്ന് താ. ഹല്ലേലൂയ. ഒരു ദൈവദാസനാ വന്നത്. ഹല്ലേലൂയ. ഒരു ദൈവദാസനാ വന്നത്. ഹല്ലേലൂയ. ഇന്ന് നാം മാതാപിതാക്കളെ പ്രതീക്ഷയായി. എല്ലാവർക്കും പ്രതീക്ഷയാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ടെൻഷനാണ്. ഞാൻ ആത്മീയമായി വളർത്തുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരിക്കലും ടെൻഷൻ പിടിക്കരുത്. നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ അനുഗ്രഹ സൗജന്യമായി തരാമെന്ന് പറയുന്ന ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഇടുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ എൻ്റെ ദൈവത്തിന് അറിയാം. അവരുടെ ഭാവി എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ദൈവത്തിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട, ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ആമോസ് ലേഖനം 8:11. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിലുള്ള വിശപ്പല്ല. ഹല്ലേലൂയ. ഇന്ന് ദാഹം വചനത്തിലുള്ള ദാഹമായിരിക്കണം. നമ്മുടെ ദാഹം എന്ന് പറഞ്ഞാൽ ഭൗതികത്തിൻ്റെ ദാഹത്തിനെക്കാട്ടിലും ആത്മാവിലുള്ള ദാഹത്തെ ഇന്ന് നമ്മൾ പിടിച്ചെടുക്കുന്ന ആത്മമണ്ഡലത്തിലേക്ക് ജഡീകത്തെ വിട്ടിട്ട് ആത്മാവിലൊന്ന് നിറയുവാൻ, ആത്മാവിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയരത്തിലിരിക്കുന്ന അനുഗ്രഹത്തെ എടുക്കുവാനാ ഇന്ന് നമ്മൾ ദാഹിക്കേണ്ടത്. ദൈവത്തിനെ ഇത് ദാഹിക്കണം. എൻ്റെ ദൈവത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് അല്പത്തിൽ മാത്രമല്ല, ആരാധനയ്ക്ക് അല്പത്തിൽ മാത്രമല്ല, നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആ ദാഹത്തെ വർദ്ധിക്കണം. എനിക്കിത് പോര കർത്താവേ, ഇത് പോര. ഒന്നിലും നമ്മൾ ഒതുങ്ങിപ്പോകരുത്. ആത്മമണ്ഡലത്തിലേക്ക് കൃപാവരങ്ങൾ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ ചലിക്കണം. ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ പകരണം. ആ ദാഹം, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം, ദാഹിക്കണം. എത്ര ദാഹിക്കുന്നു? എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. അന്യഭാഷയിൽ എത്ര ആരാധിക്കുന്നുണ്ട്? എനിക്ക് അന്യഭാഷ എനിക്ക് അന്യഭാഷയിലൊന്ന് വേണം. പക്ഷെ ഈ അന്യഭാഷ കിട്ടിയിരുന്ന് വ്യാപാരം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് ദൈവമായി സംസാരിക്കണം. ദൈവത്തോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. ഈ ഭാഷ പിശാചിന് മനസ്സിലാവാൻ പറ്റത്തില്ല. മറ്റുള്ള എല്ലാ ഭാഷയും മനസ്സിലാവും. പക്ഷേ പിശാച് വാപൊളിച്ച് നിൽക്കുന്നത് അന്യഭാഷ പറയുമ്പോൾ ആ വായും തുറന്നിരിക്കും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം വാ തുറന്നിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ തല കുനിക്കും. ഇന്നത് പ്രാപിക്കണം, എനിക്കത് വേണം. എത്ര ആഗ്രഹിക്കുന്നുണ്ട്? എനിക്കത് വേണം അപ്പാ. ഇന്ന് ഒന്നാണെങ്കിൽ ഒരു പാത്രം മറ്റൊരു പാത്രത്തിൽ നിറയത്തക്ക വണ്ണം ദൈവത്തിന്റെ ആത്മാവ് പകരാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം റെഡിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം റെഡിയാണ്. ദൈവം തരാൻ പോവുകയാണ്. നിങ്ങൾ ആത്മഭാരത്തോടെ ഒന്ന് മനസ്സുകളൊന്ന് ഏകാഗ്രതപ്പെടുത്തി ആത്മാവില് നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇത് ജ്വലിക്കാൻ പോവുകയാണ്. ഇന്ന് ഇവിടെ പ്രാപിച്ച അനുഗ്രഹത്തെ ഒരു ഒഴുക്ക് പോലെ ഇത് ആലയത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒഴുകുന്ന ഈ ആനന്ദ നദി ഇവിടെ നിന്ന് പൊട്ടി പുറപ്പെടുന്നുണ്ട്. ഈ ആനന്ദ നദിയിലോട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ വിളിക്കുന്നത് ഈ ആനന്ദ നദിയിൽ വന്ന് കുളിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ആനന്ദ നദിയിൽ വന്ന് എന്ത് ചെയ്യണം? കുളിക്കണം, നീരാടണം. അതാണ് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കേണ്ട, ദൈവകൃപയിൽ ആരാധിക്കേണ്ടത്, ആത്മനിറവിൽ നിന്ന് ആരാധിക്കണം. ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ ആനന്ദ നദിയിലൊന്നിറങ്ങണം. ദൈവം ആഗ്രഹിക്കുന്നവർ ആരാധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇന്ന് വന്ന എല്ലാ ദൈവ മക്കൾക്കും ഒരു ബ്ലെസ്സിങ് ആയി തീർന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ദൈവാത്മാവ് ഞങ്ങളുടെ ഇടപെട്ടനായ സ്തോത്രം. ഇന്ന് വചനത്തിൽ ആഴമേറിയ വിടുതലുകൾ ഇതിനകത്ത് വ്യാപരിച്ചനായ സ്തോത്രം. ദൈവത്തിൻ്റെ കരം ഇവിടെ ഇറങ്ങിയനായ സ്തോത്രം. പരിശുദ്ധാത്മാവിടെ പ്രവർത്തിച്ചനായ സ്തോത്രം. ചില ശാപങ്ങൾ, പാപങ്ങൾ, ചില ബന്ധനങ്ങൾ പൊട്ടിച്ചനായ സ്തോത്രം. ചില ചങ്ങലകൾ പൊട്ടിച്ചു മാറ്റിയനായ സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം. അടികൾ ഉപയോഗിച്ചനായ സ്തോത്രം. ഈ ശുശ്രൂഷ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച സ്തോത്രം. ഇന്ന് വന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന സകലവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാന മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. എല്ലാ പുകഴ്ചയും ദൈവത്തിന് കൊടുക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.